ഫുഡ് കഴിക്കേണ്ട പ്ലാൻ ചേട്ടാ. ഇതുവരെ ഒന്നും ചെയ്യില്ല, നേരത്തെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ തന്നെ. ബാക്കി കമ്പ്യൂട്ടറിൽ നോക്കിക്കൊണ്ടിരിക്കുക ഇതും കഴിച്ചതിന് ശേഷം. വേറെ പരിപാടിയൊന്നുമില്ല. ഫുഡ് കഴിക്കേണ്ട പ്ലാന് ഇതും കൂടി കഴിച്ചിട്ട് വേണം. ഒരു കോളുണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ ലെവലിൽ വിളിച്ചു ചോദിച്ചായിരുന്നു. ഇതും കൂടി കഴിച്ചിട്ട് വേണം വിളിച്ച് പറഞ്ഞു കൊടുക്കാൻ. ഉള്ളതെന്ന് പറഞ്ഞാൽ പോയി ഇൻലെറ്റ് അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. ഞാൻ അത് പോയി ചെയ്തിട്ട് എൻ്റെ ഒരു ട്രേഡിങ്ങിൻ്റെ പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ട്രെൻഡെന്ന് പറഞ്ഞാൽ ഡൗൺ ആണ്. ഞാൻ ഇന്നലെ രാത്രി അനാലിസ് ചെയ്തത്. യെസ്, അധികം ഡൗൺ ട്രെൻഡാണ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ മാർക്കറ്റിൽ നിന്ന് താഴോട്ടാണ് പോകേണ്ടതെന്നാണ് എൻ്റെ ഒരു അനാലിസിസിൽ. കാരണം വീക്കിലി നോക്കിയാലും ഡെയിലി നോക്കിയാലും ഡൗണിലോട്ടാണ് പോകേണ്ടത്. പിന്നെ അനുസരിച്ച് അറിയാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ മൂവ്മെൻ്റ് എന്താ ഡൗൺ പോവാണ്. കുറച്ച് ലേറ്റായിപ്പോയി ഇത് തുറന്നത്. കുഴപ്പമില്ല, നോക്കാം. പ്ലാനെല്ലാം റെഡിയാക്കി എല്ലാത്തിനുള്ള 20, 50, 10 ഹോൾഡിങ്. അതാണ് ചെയ്യണ രീതി. മനസ്സിലാവണില്ല. ഭയങ്കര ഇത് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹിറ്റഡ് ബൈ സ്റ്റോപ്പ് ലോസ്. ബ്രദർ പ്ലാൻ താഞ്ഞ് അടുത്തത് നോക്കാം. അടുത്ത് സെല്ലിൻ്റെ ഗ്യാപ്പ് നോക്കാൻ വേണ്ടി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സെല്ലാണെന്ന് തോന്നുന്നുണ്ട്. മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതും കൂടി കാണിച്ചു തരാം. എന്നിട്ട് പോയി അഡ്ജസ്റ്റ് ചെയ്യണം. ഇൻലെറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം. അല്ല, ഇതാണ് ഇനി അടുത്തുള്ള റേഞ്ച്. കുഴപ്പമില്ല. ഇനി അത് അവിടെ എത്തിയതിനു ശേഷം ഇനി നോക്കാം അടുത്ത സെല്ലിൻ്റെ. അവിടെ എത്തിയിട്ട് അതിന് മുമ്പേ പോയി നമ്മൾ ആ ഇൻലെറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതും കൂടി ഞാൻ ചെയ്യണം. അതിനകത്ത് ഷോർട്ട് നോക്കണേന്ന് പറഞ്ഞാൽ അതിനകത്ത് 2 പ്രാവശ്യം 3 പ്രാവശ്യം ടച്ച് ആവണം. അതിനേശേ എടുക്കുകയുള്ളൂ. ഇനി സംഭവം എൻ്റെ ആ ടൈമിങ് കഴിഞ്ഞുകൊണ്ട് ശകലം ഫോബോയിൽ എടുത്തതാണ്. വെപ്രാളത്തിലെടുത്തതാണ്. ഇപ്പം എടുത്ത ഈ ട്രേഡ് ഫോബോയിൽ എടുത്തതാണ്. എന്ന് പറഞ്ഞാൽ മിസ്സാവും എന്ന് പറഞ്ഞ രീതിയിലെടുത്തത്. പറയാം ഗായ്സ്, ഷോർട്ട് അടിക്കേണ്ട സ്കീം റെഡിയാക്കി വെച്ചിരുന്നു. ഇത് എന്തിനെന്ന് പറഞ്ഞാൽ ഷോർട്ട് അടിക്കും. ഒരു ഫുൾ ബാക്ക് ഇല്ല, ഒരു ഒന്നുമില്ല. ഒറ്റ മിനിറ്റാണത്. എടുത്ത് കമത്തി ഒരു അടിയാൻ കഴിച്ചിരുന്നു. ചുമ്മാ ഒന്ന് മേളിൽ പോയി താഴെ വന്നു, പിന്നെ സൈഡ് വൈസ്. ജസ്റ്റ് ഒന്ന് മേളിൽ പോയി താഴെ വന്ന് വീണ്ടും മേളിൽ പോയി. നമുക്ക് ഗ്യാപ്പ് കിട്ടും. ഇത് ഇത്രയും അടുപ്പിച്ച് ഇങ്ങനെ കണ്ടിരിക്കുമ്പോൾ എന്തോ പന്തി കിടന്ന് മാത്രം അറിയും. എന്നിട്ട് ട്രേഡ് എവിടെ വേണമെങ്കിൽ പ്ലാൻ ചെയ്യും. ഇവിടെ ഒരു ചോപ്പ് ക്യാൻഡിലുണ്ടല്ലോ, ഇവിടെ ഒന്ന് പ്ലാൻ ചെയ്യും വേണം. പക്ഷെ അങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്ത് ഓക്കെ ഇവിടെ നിന്ന് എടുക്കുമ്പോൾ സ്റ്റോപ്പ് ലെസ് അവിടെ വയ്ക്കണം, ഇവിടെ വയ്ക്കണം. അവിടെ വെച്ച് കഴിഞ്ഞാൽ എന്തിനു കിട്ടും? ട്രേഡ് ഒന്നും ആവൂല. 1:1 പോലെ കിടക്കും. മൂടേ പോയി കളഞ്ഞു. ഇനി ഷോട്ട് അടിച്ച ഫോബോ പോലെ ആയിപ്പോ. അവിടെ നിന്നൊരു ഷോട്ട് അടിക്കേണ്ടതുണ്ട്. പക്ഷെ എനിക്കൊരു തൃപ്തി വരണില്ല മനസ്സിൽ. അതാണ് വിഷയം. പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ നിന്ന് ഷോട്ട് അടിച്ച് നേരത്തെ എൻ്റെ താഴെ വരെ വരുമെന്നൊരിതുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ അവിടെ തന്നെ കൺവിൻസ് ചെയ്യാൻ പറ്റണില്ല. അടുത്തെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് ഇറങ്ങാനാട്ടോ. അപ്പോൾ എല്ലാ മച്ചന്മാരും ഗുഡ് മോർണിംഗ്. മച്ചന്മാരെ ഗുഡ് മോർണിംഗ്. ഇവിടേക്ക് ഇപ്പോൾ ഗുഡ് മോർണിംഗ് ആയതേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് സൂര്യൻ അത്ര വന്നിട്ടില്ല. സൂര്യൻ വരാൻ തുടങ്ങിയ നല്ല വേഷമായിരിക്കും. അതെ, നേരത്തെ ഹോബി അത് കണ്ടല്ലോ കേട്ടോ. ഫുഡ് റെഡിയാക്കണം കേട്ടോ. കറിക്ക് വേണ്ടിയുള്ളത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഫുഡ് റെഡിയാക്കി ഞാൻ ഇതിനു മുമ്പത്തെ ഒരു അനാലിസ് ചെയ്ത് വെച്ചിരുന്നതാണ് കേട്ടോ. അപ് ട്രെൻഡ് എന്ന് പറഞ്ഞു ഇവിടെ എത്തിയപ്പോഴാണ് ഞാൻ വരുന്നത്.
ഓക്കെ വെയിറ്റ് ചെയ്തു, കിട്ടിയില്ല. അങ്ങനെ നോക്കി മേളിൽ കയറി. ഞാൻ വിചാരിച്ച് തിരിച്ചു വന്നിട്ട് വീണ്ടും കയറുമെന്ന് വിചാരിച്ചു. അതോടെ ഒരു പോക്ക് പോയി. കുഴപ്പമില്ല, ഞാൻ പ്ലാനിട്ട് തപ്പായോണ്ടാണ് അത് അറിയാതിരുന്നിട്ട് വിട്ടവൻ. ഞാൻ നോക്കിയിട്ട് കാര്യമില്ല, നല്ലൊരു കിട്ടുമായിരുന്നു, ഒരു 100 പെപ്പ് കിട്ടുമായിരുന്നു. ഇനി പോട്ടി, ഇനി നേരെ റൂമിൽ പോട്ടു. ഇനി നോക്കൂല, ഇനി നോക്കി ഇനി തലവേന പിന്നെ നോക്കും. ഇനി ചിലപ്പോൾ ഫോബോയിൽ എടുത്ത് കളയും. ഡൗൺ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഇന്ന് ടോട്ടൽ ട്രെൻഡ് ഡൗൺ ആണ്, പക്ഷേ അങ്ങോട്ട് കിട്ടണില്ല കറക്റ്റായിട്ട്. ജസ്റ്റ് ഇറങ്ങി കേട്ടാ, ഡ്രസ്സിട്ട് കട വരെ പോകാമെന്ന് വിചാരിച്ചു. ഇന്ന് ഒരു കൊതി തോന്നി ബർഗറും വാങ്ങിക്കാൻ പോകേണ്ട ഒരു പ്ലാൻ. ടെമ്പറേച്ചർ ഒരു രക്ഷയില്ല കേട്ടോ. ഇന്നത്തെ എല്ലാ പ്ലാനും ചേഞ്ചായി. ഞാൻ വിചാരിച്ച് ഇപ്പം റെഡിയായല്ലേ, പോയി മാർക്കറ്റിലൊക്കെ ഇരുന്ന് അനാലിസിസ് ഒക്കെ ചെയ്ത് സെറ്റാക്കാന്ന് വിചാരിച്ചു. അപ്പോൾ ഫ്രണ്ട് പറഞ്ഞ് ചിക്കൻ വയ്ക്കണം. അപ്പോൾ ഒന്ന് കട വരെ പോയിട്ട് എൻ്റെ പേരെന്തൊരു പെറോട്ടയും ബർഗറും വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ അങ്ങനെ പോവുകയാണ്. ഇതാണ് കേട്ടോ സൺസെറ്റ്. ഏകദേശം പാതി അടുപ്പിച്ചെത്താറ കേട്ടോ. ഇന്നത്തെ എൻ്റെ എല്ലാ പ്ലാനും ചേഞ്ച് ആയിപ്പോയി, സഡൻലി ചേഞ്ച് ആയിരുന്നു. അപ്പോൾ ഫുഡ് ഉണ്ടാക്കും, അതും നോക്കും. കടയിൽ പോയി സാധനം വാങ്ങിച്ചിട്ടും വരുമ്പോൾ എല്ലാം കറക്റ്റാണ്. എല്ലാം മാറ്റി ഇതായി തുടങ്ങി കേട്ടോ. കാരണമുണ്ട്, അത്രയ്ക്ക് വെയിലെല്ലാം അടിച്ചത്. തണുപ്പും ചെറിയ മഴയൊക്കെ പെയ്ത് ഇന്ന് ഇത്തിരി ഗ്രീനാക്കി വന്ന് വെയിലങ്ങ് അടിച്ച് ഇപ്പം എല്ലാം കരിഞ്ഞ് ഉണങ്ങി ചുക്കായി. മുള്ളുകൾ മാത്രം പിടിച്ചിരിക്കുന്നു, ആക്കുപകാരം ഇല്ലാത്തത്. സാലറി വന്നിട്ടില്ല കേട്ടോ, കയ്യിലുണ്ടായിരുന്നതിൻ്റെ ഒരു ഇത് വെച്ചാണ്. ഒരു 2 രൂപ ആൾറെഡി ഒരാൾ തന്നിട്ടുണ്ടായിരുന്നു വല്ല വാങ്ങിച്ച് കഴിക്കാൻ വേണ്ടി. 4 രൂപ വന്ന്, അതിൽ 2 രൂപ വാങ്ങിച്ച് ഒരു പ്രാവശ്യം ചിക്കൻ തിക്ക എന്തോ വാങ്ങിച്ചു. പിന്നെ വീണ്ടും 2 രൂപ ഉണ്ട്, അതിന് പോയി ഇന്ന് വാങ്ങിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് കിട്ടും, ഇടയ്ക്കിടയ്ക്ക് എക്സ്ട്രാ ആയിട്ട്. അതാ ഇവിടെ എൻ്റെ അടുത്ത് ഹാപ്പി ആണോ എന്ന് ചോദിച്ചാൽ എന്തോ വലുതായിട്ട് മിസ് ചെയ്യണമല്ലോ. ജോലിയുടെ ബേസിൽ ഹാപ്പിയാണ്, മണിയുടെ ബേസിൽ ശകലവും കൂടി കൂടിയ, സാലറിയുടെ ബേസിൽ ശകലവും കൂടി കൂടിയ ഓക്കെയാണ്. പക്ഷെ എന്നാൽ നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, മനസ്സിലായി. നമുക്ക് ലീവില്ല, അവരോട് അങ്ങനെ പോകാൻ പറ്റില്ല. ഇതിപ്പോൾ അവൻ ഇത്തിരി സപ്പോർട്ടീവ് ആയതുകൊണ്ടാണ് അവനെ വെച്ചിട്ട് ഞാൻ ഇറങ്ങുന്നത്, മനസ്സിലായോ. അവ സപ്പോർട്ടീവ് അല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്കിങ്ങനെയൊന്നും ഇറങ്ങാൻ പറ്റില്ല. ഇപ്പം എൻ്റെ ഡ്യൂട്ടിയാണ്, ഡ്യൂട്ടിയുടെ സമയമായി. ഒരാളവിടെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഒരാളവിടെ നിൽക്കണം. ഇതിനു മുമ്പത്തെ വീഡിയോയിൽ എന്തോ ഉണ്ട് ഇവിടുത്തെ എൻട്രി. പാർക്കിനകത്ത് കൂടി പോകണമെന്ന് പറഞ്ഞാൽ പാർക്കിൻ്റെ ഫ്രണ്ടിലാണ് ആ ഷോപ്പുള്ളത്. പാർക്കിൽ നിൽക്കുകയാണ്. ഇനി നേരെ പുറത്തിറങ്ങുക. യെസ്, ഇത് തന്നെ ഷോപ്പ് കേട്ടോ. ക്ലോസ്ഡ് ആണ് കേട്ടോ. പിന്നെ ഫ്രണ്ടിലോട്ട് തന്നെ പോയി വാങ്ങിക്കണം. ലേറ്റായി. ഓക്കെ, ഇപ്പോൾ തന്നെ ഏകദേശം 7:30. ഇനി ഇവിടെ അവിടെ കൂടി പോകാൻ പറ്റില്ല, നല്ല ഇരുട്ടി. റോഡിൽ കൂടിയേ പോകാൻ പറ്റുള്ളൂ. പോയി ഫുള്ളൊന്ന് റൗണ്ട് അടിച്ച് ചെക്ക് ചെയ്യണം. വന്നു ടൈമായി, അപ്പം ചെയ്തിട്ടത് കുഴപ്പമില്ല കേട്ടോ. ഓക്കെയാണ് ഇവിടെ, കുഴപ്പമില്ല കേട്ടോ. ഓക്കെയാണ്. ഇന്നത്തെ ഇതിൽ ട്രേഡിങ്, ഇന്നത്തെ ഇതിൽ രാവിലെ ട്രേഡിങ് ബേസ് ഷോക്കുമായിരുന്നു. ഞാൻ എൻ്റെ റൂള് തെറ്റിച്ച് ഓവർ ട്രേഡിങ് പോലെ ആയിപ്പോയി. എന്ന് പറഞ്ഞാൽ ഫോബോയിൽ ട്രേഡ് ചെയ്ത് ഡൗൺ സൈഡ് വന്ന് എനിക്കറിയാം ഡൗൺ ആണെന്ന്. പക്ഷേ അത് റീടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ വെയിറ്റ് ചെയ്തില്ല. അതിൻ്റെ ഒരു ഇതിൽ ഒരു ഇതായിപ്പോയി, ഫോബോയിൽ ഒരു ഇതായിപ്പോയി. കുഴപ്പമില്ല, ശരിയാക്കണം. പിന്നെ അടുത്ത് ജോലി ബേസ് അതും കുഴപ്പമില്ലായിരുന്നു, അതും പോയി. പിന്നെ വീണ്ടും കടയിൽ പോയിട്ട് തിരിച്ചു വന്നു. വീണ്ടും ഡ്യൂട്ടിക്ക് കയറി. അത് തന്നെ ഈ ഇൻലെറ്റ് ഔട്ട്ലെറ്റിൻ്റെ റീഡിംഗ് ഒക്കെ എഴുതി അതും കൂടി തന്നെ ഫോട്ടോ എടുത്ത്. ഇനി ഇലക്ട്രിക് മീറ്ററിൻ്റെ ഫോട്ടോ എടുത്താൽ കേട്ടോ. വയ്ക്കല സെറ്റാണ്, നിങ്ങളെ എഴുതി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അടുത്ത ബേസിലെന്ന് പറഞ്ഞാൽ ഒരു ലെവൽ നോക്കാണ്ട്, അതും കൂടി നോക്കാണ്ട്. പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് നോർമലി അനുസരിച്ച്. പിന്നെ ഇനി പോയി ഫുഡ് കഴിക്കുക. അത് ഞാൻ ഇനി നാളത്തേലും കൂടി അറ്റാച്ച് ചെയ്യും. ഇനി ഒന്നും ചെയ്യാൻ വയ്യ.
അപ്പം പിന്നെ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.